ഇന്നത്തെ 10 മിനിറ്റ് സന്ദേശം ആരെയും പഠിപ്പിക്കാനുള്ളതല്ല, പക്ഷെ പഠിക്കാനുള്ളതാണ്. അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് പറയാനും ഓർമ്മിക്കാനുമുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളിൽ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും, ഇവിടെ ആഗസ്റ്റ് മാസത്തിൽ വളരെ വ്യക്തമായ വെള്ളപ്പൊക്കം വരുത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത് പ്രവർത്തിച്ചവർ സെപ്റ്റംബർ 1-ാം തീയതി കേരളം മുഴുവനും വൃത്തിയാക്കിയ സേവാഭാരതിയുടെ പുറകിൽ 100% RSSകാരും RSSന്റെ പ്രവർത്തനത്തോട് താല്പര്യമുള്ള മറ്റു പാർട്ടിക്കാരും ജനവിഭാഗങ്ങളുമാണ് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ അല്ലാതെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഓൺലൈനിലൂടെയും യൂട്യൂബിലൂടെയും എല്ലാം നല്ലോണം തിരിച്ചറിഞ്ഞു. തുലാമാസം 1-ാം തീയതി ശബരിമലയെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഭരണാധികാരികളും പോലീസും ആ ശബരിമലയെ ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ നിലനിർത്താൻ കാരണത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതും RSS ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇലക്ഷൻ, ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ, ഇത്രയും കാലം നിലനിന്നിരുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഒരുമിച്ച് വരാതെ ഒരു നിവൃത്തിയില്ല എന്ന ലെവലിലേക്ക് എത്തിയതും ആ RSSന്റെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ടുള്ള സ്വാധീനം കൊണ്ടാണ്. ഏതാണ്ട് ആഗസ്റ്റ് മാസത്തിന് ശേഷം ഇത്രയും കാലമായി യൂട്യൂബുകളിലും ഫേസ് പേജുകളിലും കമൻറ്റുകളിലും ഓൺലൈനുകളിലും RSSനെ പച്ചയ്ക്ക് തെറി പറഞ്ഞിരുന്നവരും സംഘി, ചാണകസന്ധി, സംഘി, ഗോമൂത്ര സംഘി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരുണ്ടല്ലോ. ഇപ്പം അങ്ങനെ ആരും പറയുന്നതായിട്ട് വലുതായിട്ട് കേൾക്കണില്ല. ഹിന്ദുത്വ വർഗീയവാദികൾ, കാവ്യവൽക്കരണവാദികൾ, ഹിന്ദു തീവ്രവാദികൾ എന്തെല്ലാമാണോ ആ സംഘടനയുടെ തലയിൽ കെട്ടിവെക്കാൻ ആഗ്രഹിച്ചത് അതിപ്പോൾ കുറേ കാലമായിട്ടില്ല. അത് പറയാനല്ല ഞാൻ ഈ ആദ്യത്തെ പോസ്റ്റിങ്ങിൻ്റെ സമയമെടുക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായിട്ട് 6-7 പ്രഭാഷണ പരിപാടികളിൽ പങ്കെടുത്തു. വ്യത്യസ്തമായിട്ടുള്ള സംഘടനകളുടെ പരിപാടികളിലാണ് പങ്കെടുത്തത്. ശരിക്കും തിരുവല്ലയിൽ വള്ളംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് NSSന്റെ പരിപാടിയായിരുന്നു ഒരു അമ്പലത്തിൽ. ആ NSSന്റെ അമ്പലത്തിലെ പരിപാടിയിൽ ചുക്കാൻ പിടിച്ചത് മുഴുവനും സംഘത്തിൻ്റെ പ്രവർത്തകരാണ്. RSSന്റെ പ്രവർത്തകരാണ് ചുക്കാൻ പിടിച്ചത്. വളരെ അത്ഭുതം തോന്നിയിരുന്നു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ശരിക്ക് രാമകൃഷ്ണാശ്രമം തിരുവല്ലയിൽ റെസ്റ്റ് എടുക്കാനായിട്ട് പോയിരുന്നു. അവിടെ ഈ വെള്ളപ്പൊക്ക സമയത്ത് ചെന്നൈയിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും നാഗർകോവിലിൽ നിന്നും എല്ലാം വന്ന സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ രാമകൃഷ്ണാശ്രമത്തെ സഹായിച്ചത് മുഴുവനും RSS പ്രവർത്തകരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് രാമകൃഷ്ണ മഠത്തിലെ തിരുവല്ലയിലെ അധികൃതർ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം പോയത് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ പുതിയതായിട്ട് അവരെ ഏറ്റെടുത്ത അമ്പലത്തിലാണ്. ആ അമ്പലത്തിലെ ഹരേകൃഷ്ണ പ്രസ്ഥാനം ഇൻ്റർനാഷണൽ സംഘടനയാണ്, ഇസ്കോൺ. അതിൽ നമ്മളെ കുറേ പേരെ പരിചയപ്പെടുത്തിയത് RSSകാരെയാണ്. അവർ വളരെ ഗംഭീരമായിട്ട് ഈ പ്രവൃത്തികളിൽ അവർ നല്ലോണം പങ്കെടുക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ഇവിടെ ധനുവച്ചപുരത്ത് ഒരു കുടുംബത്തിലെ ക്ഷേത്രമുണ്ട്. അവിടെ പ്രഭാഷണത്തിന് ഒരു 5 ദിവസം മുമ്പ് പോയിരുന്നു. അത് ശരിക്കു പറഞ്ഞ പൊതുജനത്തിൻ്റെ അമ്പലമാണ്. അത് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് മുഴുവനും RSSലെ പ്രവർത്തകരാണ്, വളരെ ഭംഗിയായിട്ട്. ഇന്നലെ നമ്മുടെ ഷിബുവിൻ്റെ അയൽവക്കത്തുള്ള, ഷിബു എന്ന് പറഞ്ഞാൽ പണ്ട് അദ്ദേഹത്തിന് സന്ദീപാനന്ദഗിരി എന്നാ പറയുക, ഈ കാറൊക്കെ കത്തിച്ചതിന് ശേഷം പിണറായി വിജയൻ സാറൊക്കെ അവിടെ വന്ന് 1 കോടി രൂപ തരാമെന്നൊക്കെ സ്റ്റേ ഹോമിന് പറഞ്ഞതിന് ശേഷം ഇപ്പം അദ്ദേഹം അവിടെ കാര്യമായിട്ട് വരാറില്ല. കാരണം ഇപ്പോൾ ട്രോളിംഗ് വരുന്നതിലൊക്കെ തത്വമസി, കാറ് കത്തിച്ചതാരോ അത് തത്വമസി, നീ തന്നെയാണ് കത്തിച്ചത് എന്ന ഉപനിഷത്ത് വാക്ക് ഉപയോഗിച്ച് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അത് ഇത്രയും കാലം ഭരിച്ചിരുന്നത് മുഴുവനും ഇടതുപക്ഷക്കാരായിരുന്നു. ഇന്നലെ വൈകുന്നേരം അവിടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. എത്ര ഗംഭീരമായിട്ടാണ് ആ കടവിൽ, എന്താ അവിടെ ഒരു പ്രത്യേക പേരാണ്,
ആശ്രമമൊക്കെ ഉള്ള സ്ഥലത്ത് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു അമ്പലം, കുണ്ടമൺകടവ് കുണ്ടമൺകടവ് തെക്ക് ഭാഗം ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നലെ പോയിരുന്നെങ്കിൽ അത് കാണാൻ സാധിച്ചത് ഗംഭീരമായിട്ടായിരുന്നു. ആ അമ്പലം ഇടതുപക്ഷക്കാർ തകർത്ത് തരിപ്പണമാക്കിയതിനെ ഏറ്റെടുത്ത് ഗംഭീരമായിട്ടാണ്. അതും RSSകാരാണ്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മഠത്തിൽ ഭഗവതി ക്ഷേത്രം പണ്ട് തകർന്നിരുന്നതാണ് പാപ്പനംകോട് അടുത്ത്. അതിൻ്റെ ഫുൾ കാര്യങ്ങൾ, നല്ല ഭക്തി നിർഭരമായ ഡാൻസും കത്തേരിയും പ്രഭാഷണവും ഉൾപ്പെടെ മുഴുവനും കൈകാര്യം ചെയ്തത് RSSകാരാണ്. ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അതിനകത്ത് ഫുൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് RSSകാരാണ്. അത് മൃതാനന്ദമയിയുടെ എടപ്പള്ളിയിലുള്ള ആശുപത്രിയിൽ കുറേ കാലം എൻ്റെ കുടുംബത്തിന് കിടക്കേണ്ട അവസരവും ഉണ്ടായിരുന്നു, ഭാഗ്യമോ ദൗർഭാഗ്യമോ കൊണ്ട്. പക്ഷേ അവിടുത്തെ ധാരാളം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതും വർക്കേഴ്സും എല്ലാം സംഘവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. സായിബാബയുടെ പ്രവർത്തകർ കോട്ടയത്തുണ്ട്, ധാരാളം പേര്. 100-300 വീടുകളിലേക്ക് അവർ ഫ്രീ ആയിട്ട് ഭക്ഷണവും ബാക്കിയുള്ളതൊക്കെ എത്തിക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ടുള്ള ചേരി പ്രദേശം. ഇതിൻ്റെ പുറകിൽ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് RSS. ഇലക്ഷൻ്റെ കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൽ മുഴുവനും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇലക്ഷൻ്റെ വർക്കുകളും നല്ല വ്യക്തികളും MP-മാരായിട്ട് നിൽക്കുന്നതുമെല്ലാം ശരിക്ക് RSSൻ്റെ ഫുൾ ടൈം വർക്കേഴ്സായിട്ട് പ്രവർത്തിച്ചവർ തന്നെയാണ്. ഏത് മണ്ഡലം എടുത്താലും SNDPയുടെ കാര്യത്തിൽ SNDP ക്ഷേത്രങ്ങളിലൊക്കെ NSSൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ അതിഗംഭീരമായിട്ട് ചങ്കൂറ്റത്തോടു കൂടി തന്നെ RSS ഇന്ന് എല്ലാ സംഘടനകളുടെയും അവിഭാജ്യ ഘടകമായിട്ട് ഒരു സിമന്റ് പോലെ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് പോകാൻ ഇഷ്ടിക, കമ്പി, മരത്തിൻ്റേത്, പിന്നെ പെയിന്റിങ്, ഇതെല്ലാം നിലനിൽക്കുന്നത് ആ കെട്ടിടത്തിന് ബ്യൂട്ടിയും ഡ്യൂറബിലിറ്റിയും സ്ട്രെങ്ത്തും കൊടുക്കുന്ന സിമന്റ് ഉള്ളത് കൊണ്ടാണ്. ആ സിമന്റ് പോലെ എണ്ണത്തിലും വണ്ണത്തിലും താഴ്ചയിലും പ്രവൃത്തിയിലും ഡിവോഷനിലും ഡെഡിക്കേഷനിലും സിൻസിയറിറ്റിയിലും ഇന്ന് ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോകാൻ, എന്നാൽ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്യാനോ അവാർഡിനോ പൊന്നാടയ്ക്കോ ഒന്നിനും നിൽക്കാതെ ശരിക്ക് പ്രവർത്തിക്കുന്ന, ആറ്റുകാൽ പൊങ്കാലയുടെ പുറകിൽ പോലും പ്രവർത്തിച്ച, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണാധികാരികൾ കുറേയൊക്കെ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമുണ്ട്. പക്ഷെ ആ പൊങ്കാലയെ പെർഫെക്റ്റ് ആക്കാൻ സൈലൻ്റായിട്ട് പ്രവർത്തിച്ച വലിയൊരു സമൂഹം RSSകാരുണ്ട്. ഇങ്ങനെ എല്ലാ മണ്ഡലത്തിലും അതിഗംഭീരമായിട്ട് ഇൻവോൾവ് ചെയ്യാനും ജനം TV-യിലൂടെയും ജന്മഭൂമിയിലൂടെയും ഓൺലൈൻ ചാനലുകളിലൂടെയും മറുനാടനെ പോലെ അതിഗംഭീരമായിട്ട് സക്കറിയൊക്കെ പച്ചയ്ക്ക് തുറന്നു പറയുന്ന ലെവലിലേക്കും പിന്നെ വേറെ കുറേ ഓൺലൈൻ ചാനലുകളിലൂടെയും ഈ രാഷ്ട്രത്തെയും ഈ സംസ്കാരത്തെയും മുൻനിർത്തിയിട്ട്, രാഷ്ട്രത്തെയും സംസ്കാരത്തെയും മുന്നിൽ നിർത്തിയിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലം, റിസൾട്ടും റിവാർഡും കൺമുമ്പിൽ കാണാൻ സാധിക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്രയും വലിയ കോൺഗ്രസും ഇത്രയും വലിയ കമ്മ്യൂണിസ്റ്റുകാരും ഇത്രയും അധികം പത്രമാധ്യമങ്ങളും ബുദ്ധിജീവികളും യുക്തിവാദികളും ഒരു വലിയ സമൂഹ മതപരിവർത്തന തൊഴിലാളികൾ ക്രൈസ്തവ ഭാഗത്ത് നിന്നും ഒരു വലിയ വിഭാഗം ലവ് ജിഹാദും അങ്ങനെയും പിന്നെ പോലീസിൻ്റെയും ഭരണാധികാരികളുടെയും എല്ലാം പ്രവർത്തികളും അടിച്ചമർത്തലും അടിച്ചൊതുക്കലും എല്ലാം ഇല്ലാതെയാക്കലും ഹരാസ്മെൻറ്റും എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു സംഘടന മുന്നേറുന്നു, സകല മറ്റ് സംഘടനകളുമായിട്ട് കൈകോർത്ത് പിടിച്ചു പോകുന്നു എന്നുള്ളതിൽ അഭിമാനാർഹമായിട്ടുള്ള നേട്ടം. എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം കൃത്യമായിട്ട് എത്തിയിട്ട് അത് ധന്യമാക്കുന്ന ഒരു ലെവലിലേക്ക് RSS പോലെയുള്ളൊരു സംഘടന വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജമ്മു കാശ്മീരിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കും. മറ്റൊരർത്ഥത്തിൽ ഇന്നലെ വലിയ പ്രഗത്ഭനായിട്ടൊരു വ്യക്തി പറയുകയുണ്ടായി, ജമ്മു കാശ്മീരിൽ RSSകാർ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ ജമ്മു കാശ്മീരിലെ പണ്ഡിറ്റുമാർക്ക് അഭയാർത്ഥികളായിട്ട് ഭാരതത്തിൽ തന്നെ കഴിയേണ്ടി വരുമായിരുന്നില്ല. നാഗാലാൻഡിലും മിസോറാമിലും എല്ലാം RSSകാർ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ഇത്രയും അധികം മതപരിവർത്തനം അവിടെ നടക്കുമായിരുന്നില്ല എന്ന്. ഇതൊക്കെ വസ്തുതകളാണ്. കേൾക്കുമ്പോൾ വർഗീയത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുമെങ്കിലും വസ്തുതകൾ വാർത്ത പറയുന്ന പോലെ നിങ്ങളെ അറിയിക്കുന്നതിൽ അഭിമാനമുണ്ട്.
ഇത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആണെങ്കിലും ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ശരി, ഇതിൻ്റെയൊക്കെ വസ്തുതകൾ മനസ്സിലാക്കുക. എതിർക്കണമെങ്കിൽ എതിർക്കുക, അനുകൂലിക്കണമെങ്കിൽ അനുകൂലിക്കുക, അഭിനന്ദിക്കണമെങ്കിൽ അഭിനന്ദിക്കുക. വസ്തുതകൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ പുറകിലൊക്കെ നടക്കുന്നതിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് സാധിക്കട്ടെ. പ്രണാമം.